Hi all, I am Alfia, Marketing Manager of JG Automation. Hi all, I am Abdul Rahman, Distribution Manager of JG Automation. Welcome back to another episode of Reliable Product Review. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെയ്ഡി ഹൈബ്രിഡ് ഇൻവേർട്ടറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെയ്യുടെ തന്നെ ഒരു ബാറ്ററിയാണ്, ഹൈബ്രിഡ് ബാറ്ററിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെയ് എന്ന് പറയുന്ന ബ്രാൻഡ് 2007 ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടെക്നോളജി കമ്പനിയാണ്. അപ്പം സ്വന്തമായിട്ടൊരു BMS സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഡെയ് എന്ന് പറയുന്നത്. ഡെയ്യുടെ തന്നെ സ്വന്തമായിട്ട് ഒരു ബാറ്ററി സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു 5 kWh SCFI+ മോഡലിന്റെ ബാറ്ററിയാണ് നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഈ ബാറ്ററി ലിഥിയം ടെക്നോളജി ഉപയോഗിച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററിയാണ്. അതുപോലെ 5 kW SCFI+ മോഡലാണ്. ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു 1 മന്തോളം ആവുന്നതേ ഉള്ളൂ. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫെയിലിയർ റേറ്റ് ഇല്ലാതെ പോകുന്ന ഒരു പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് ഡെയ് എന്ന് പറയുന്നത്. ഇപ്പം ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നല്ലൊരു ബാറ്ററി ബ്രാൻഡ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഡെയ്യുടെ ഈ ബാറ്ററിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ബാറ്ററി പറയുന്നത് 100 AHഉം 51 വോൾട്ട് ആണ്. 100x51 പറയുന്നത് നമുക്ക് 5000 വാട്ട്സിന്റെ മേലെ 5 കിലോവാട്ട് വരെ നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ലിഥിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി വളരെ ഒരു നമ്മുടെ ഈ സോളാർ മേഖലയിൽ ഒരു ഇമ്പോർട്ടന്റ് ഒരു ടെക്നോളജിയാണ്. വെച്ചാൽ മറ്റേ ലെഡ് ആസിഡ് വരുന്നത് 80% നിന്ന് അതിന്റെ ഒരു 20% വരെ ബാറ്ററിയുടെ ചാർജ് ഡിസ്ചാർജ് ആകത്തുള്ളൂ. അതിന് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഫുൾ ഡിസ്ചാർജും ഫുൾ ചാർജും ചെയ്യണം. ഇതിന്റെ സ്റ്റാൻഡേർഡ് വോൾട്ട് എന്ന് പറയുന്നത് 51.2 വോൾട്ട് ആണ്. ഇപ്പം ഇത് ഓപ്പറേറ്റിംഗ് കറണ്ട് 44.5 to 51 വരെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിലൊരു ലൈഫ് സ്പാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ലെഡ് ആസിഡ് ബാറ്ററീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസും കുറവാണ് ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ലൈഫ് സൈക്കിൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6000 സൈക്കിൾ വരെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ വേറെ ഒരു ബ്രാൻഡിന്റെയൊക്കെ ബാറ്ററി കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഒരു 3000 സൈക്കിൾ വരെ നമുക്കിപ്പം പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡിൽ തന്നെ കിട്ടുന്നുള്ളൂ. ഇതിനാണെങ്കിൽ ഒരു 6000 സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം 6000 ടൈംസ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്യാൻ പറ്റും. അപ്പം അത്രത്തോളം ലൈഫ് സ്പാൻ ഈ ബാറ്ററിക്ക് കിട്ടുന്നുണ്ട്. ഈ ബാറ്ററിക്ക് ഒരു 10 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 41.2 കിലോഗ്രാം വെയിറ്റ്സ് ആയിരുന്നു വരുന്നത്. നമുക്കിപ്പോൾ വാൾ മൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ റാക്ക് മൗണ്ട് ആയിട്ടോ ഇതിന് ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മെറ്റൽ ടൈപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബോഡി വരുന്നതെന്ന് പറഞ്ഞാൽ പൗഡേർഡ് ഒരു അലൂമിനിയം മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഇതിനൊരു IP21 റേറ്റിംഗ് ആണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു IP65 റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വാട്ടർ പ്രൂഫ് ടെക്നോളജി ആണെന്ന് പറയാം. പക്ഷെ ഇതൊരു വാട്ടർ പ്രൂഫ് ടെക്നോളജി ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. നേരത്തെയുള്ള മോഡലിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു BMS ബോർഡ് കൊടുത്തിരിക്കുന്നത് തന്നെ മുകൾ ഭാഗത്തായിട്ടാണ്. ഈ ഒരു മോഡല് SCFI+ മോഡൽ എന്ന് പറയുമ്പോൾ BMS ബോർഡ് താഴെയാണ് വരുന്നത്. അതിന്റെ ഒരു ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ BMS ബോർഡ് അടിച്ചു പോകത്തില്ല, അതിന്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം നഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഈ ബാറ്ററിക്ക് ഉണ്ട്. വാൾ മൗണ്ട് ബാറ്ററിയാണ് ഡെയ്യുടെ വരുന്നത്. ഇപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ന്യൂ മോഡലാണ്. ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വരുന്നത് മെയിൻ വിഷയം ഡെയ്യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തം BMS ആണ്. മറ്റേ ഏത് കമ്പനിക്ക് സ്വന്തം BMS അല്ല. സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഡെയ്യുടെ കമ്പനി ഒരുപാട് ഈ മാർക്കറ്റിലുള്ള ലിഥിയം ബാറ്ററീസും ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സിനും അവർ ഒരുപാട് ഉയർമി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു BMS ആണ്. വെച്ചാൽ നല്ലൊരു അടിപൊളി BMS ആണ്. ഈ സാധനം പണ്ട് ഈ ബാറ്ററിയുടെ മുമ്പത്തെ മോഡൽ റാക്ക് ആൻഡ് വാൾ മോഡ്സിന്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ആ മോഡലിൽ മേളിലായിരുന്നു BMS ഇരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. വെച്ചാൽ വാട്ടർ മേളിൽ താഴെ വരുമ്പോൾ ഈ BMSന്റെ വെള്ളം കയറുമ്പോൾ BMS ഇല്ലാതാവും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് വരുന്നത് ഈ ബാറ്ററിയിൽ ചെയ്തേക്കുന്ന അടിയിലാണ് വെച്ചേക്കുന്ന BMS. പിന്നെ ഈ BMS എന്ന് പറയുന്ന മെയിൻ എന്തോന്ന് അറിയണം. ഈ BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഒറ്റ പറഞ്ഞു പോയാലും ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്. ഇതൊരു സിസ്റ്റം ഒരു CPU എന്ന് പറയാം. ഒരു CPU നമുക്ക് മിനി CPU എന്ന് പറയാം. ഈ ബാറ്ററിയും ഇൻവെർട്ടർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബാറ്ററിയും ഹൈബ്രിഡ് ഇൻവെർട്ടർ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് മേളിൽ കാണിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ കേബിൾ ഉണ്ട്. ഇതുവഴി BMSഉം ഹൈബ്രിഡ് ഇൻവെർട്ടറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏത് സമയത്ത് എത്ര ചാർജ് ആവണം, എങ്ങനെയാണ് ഇത് ഡിസ്ചാർജ് ആവണം, എങ്ങനെ ഇതാവണം, അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് റൺ ആവത്തുള്ളൂ. പിന്നെ ഈ BMSൽ നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് ഇൻപുട്ട് കറണ്ട് വെച്ചാൽ അതിന് ചാർജ് ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇത് ഈ BMS എന്ത് ചെയ്യും, കട്ട് ചെയ്യും, ചാർജിങ് കട്ട് ചെയ്യും. അതേപോലെ നമുക്ക് ഡിസ്ചാർജിങ് കട്ട് ചെയ്യും. അതേപോലെ ഇതിന്റെ വോൾട്ട് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് BMS ആണ്. ഇത് ഉള്ളത് കൊണ്ടാണ് ഈ സാധനത്തിന് ഒരു 10 വർഷം വാറണ്ടി വരുന്നത്. വെച്ചാൽ ഇത് ഇതിന്റെ ലിഥിയം ഫോസ്ഫേറ്റ് ഈ ബാറ്ററിയുടെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ BMS സിസ്റ്റം. ഇത് ഉള്ളത് കൊണ്ടാണ് ഈ ബാറ്ററി
ഇത്ര വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത്. ഈ ബാറ്ററിക്ക് UN 38.3 സർട്ടിഫിക്കറ്റും പിന്നെ MSDA സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 വിധത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പണ്ടത്തെ നോർമൽ ലിഥിയം ഫോസ്ഫേറ്റ് ആയാലും ലെഡ് ആസിഡ് പെട്രോളുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരത്തില്ല. എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പ്രശ്നമൊക്കെ ഇപ്പോൾ താഴെ മേളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പം പൊട്ടുന്നത്, ഇല്ലെങ്കിൽ ഈ കെമിക്കൽ അസാഡ്, അങ്ങനെ കെമിക്കൽ പ്രശ്നം വരത്തില്ല. കെമിക്കൽ അസാഡുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു റോസ്റ്റിംഗ് എന്ന് പറയും, ഈ നോർമൽ ലിഥിയം ഫോസ്ഫേറ്റ് റോസ്റ്റ് ആണ് ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷേ ഈ ബാറ്ററി അങ്ങനെയല്ല, അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ ടോപ്പ് പോയിന്റിൽ നമുക്ക് നോക്കിയാൽ കാണാം, അതിനകത്തൊരു പോസിറ്റീവ് ബാറ്ററി തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു 2 പോർട്സും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻലി ഇതിനകത്ത് കാണാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഒരു 5 LED ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ബാറ്ററിയുടെ ചാർജിങ്ങിന്റെയും ഡിസ്ചാർജിങ്ങിന്റെയും ഒരു സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റൺ മോഡും അലാം മോഡും എന്ന് പറയുന്ന വേറെ 2 LEDസും കൊടുത്തിട്ടുണ്ട്. റൺ മോഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഗ്രീൻ ലൈറ്റ് കത്തും. ഇനി അലാം മോഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എങ്കിൽ അതിനകത്തൊരു യെല്ലോ ലൈറ്റ്സ് ആയിരിക്കും, വാർണിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യെല്ലോ ലൈറ്റ്സ് ആയിരിക്കും കത്തുന്ന. വർക്കിംഗ് അല്ല എങ്കിൽ ഇതിനകത്ത് റെഡ് ലൈറ്റ് കത്തും. ഇനി ഈ 5 LED ലൈറ്റ്സ് എന്ന് പറയുന്നത് ബാറ്ററി ചാർജിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഫസ്റ്റ് LED കത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 20% ചാർജ് ഉണ്ടെന്നാണ്. അപ്പം നമുക്കിപ്പം ബാറ്ററിയിൽ എത്രത്തോളം ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ബാറ്ററിയിൽ നമ്മൾ എത്രത്തോളം ചാർജിങ് എടുത്തിട്ടുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ചാർജിങ്ങിന്റെ ഒരു LED ലൈറ്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് LEDയിൽ 20%, ഇപ്പം 2 LED ലൈറ്റ്സും കത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 40%ഓളം ബാറ്ററി ചാർജ് ഉണ്ട്. അതുപോലെ 5 LEDസും കത്തിയിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി ഫുൾ ചാർജഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ബാറ്ററി എന്ന് പറയുന്നത് സോളാർ മാൻ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്താണ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എത്രത്തോളം ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഈ സോളാർ മാൻ എന്ന് പറയുന്ന ആപ്പിലൂടെ നമുക്ക് കസ്റ്റമറിനെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇത് ഹൈബ്രിഡ് കണക്ഷനിലും ഓഫ് ഗ്രിഡ് കണക്ഷനിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. റെസിഡൻഷ്യൽ സെഗ്മെന്റിലാവട്ടെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലാവട്ടെ രണ്ടിടത്തും നമുക്ക് ഇത് കോമ്പറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് സിലിക്കൺ ടെക്നോളജി അല്ല, ഗാലിയം നൈട്രൈഡ് ടെക്നോളജിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗാലിയം നൈട്രൈഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു 50% ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്തുള്ള. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ കോസ്റ്റാണ്. വെച്ചാൽ ഇതിന്റെ വളരെ ഹൈലി കോസ്റ്റാണ് സംഭവം. മറ്റേ UTL ബാറ്ററി ആയാലും പിന്നെ ഈസ്റ്റ്മാൻ ഉണ്ട്, ഇതിന്റെ കോമ്പിറ്റർ ബാറ്ററിനെക്കാട്ടിലും എപ്പോഴും ഇതിന്റെ വില കൂടുതലാണ്. മാർക്കറ്റിൽ എപ്പോഴും ഇതിന്റെ വില കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് ഇല്ലാതെ കോൺഫിഗർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പ്ലസും മൈനസും ഇതാണ്. മെയിനായിട്ട് പ്ലസ് ആരോണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, മൈനസും അത് തന്നെ. എന്ന് വെച്ചാൽ ഒരു സൈറ്റിൽ നമ്മൾ കറക്റ്റ് കോൺഫിഗർ ചെയ്യാതെ വെച്ചാൽ അത് എന്തായാലും 2 ദിവസം ആകുമ്പോൾ ആ ബാറ്ററി ഡെഡ് ആവും. ഏത് സമയം ഡിസ്ചാർജ് ആവണം, ഏത് ചാർജ് ആവണം ഒക്കെ 6 സൈക്കിളുണ്ട്. ആ സമയത്ത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണലോടെ ഹെൽപ്പില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ ഡിസ്റ്റർബൻസ് അതാണ്, ആരോണെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻലി ഒരു ഹൈബ്രിഡ് ബാറ്ററി ചൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ടിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ വോൾട്ടേജ് റേഞ്ചും കറണ്ട് റേഞ്ചും ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ദേയുടെ ഹൈബ്രിഡ് ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ ആപ്റ്റ് ആണോ, അതുപോലെ കോസ്റ്റ് വൈസും എല്ലാം ആപ്റ്റ് ആണോ ഇല്ലേന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ നിന്ന് കണ്ടുപിടിക്കാം.